ഹായ് എവരി വൺ. അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഷഹല ഒളിച്ചോടാൻ കാരണം ഭർത്താവിന്റെ സഹോദരി എന്ന് പറയുന്ന ഒരു ന്യൂസ് വരുന്നുണ്ട്. അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചുതരാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഭർത്താവിന്റെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, പക്ഷേ 3 കുട്ടികളുള്ള ഒരാളുടെ കൂടെ ഒളിച്ചോടുന്നത് തെറ്റ് തന്നെയാണ്. അതിനെ ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. എന്നാൽ നിലവിൽ വരുന്നത് ഷഹല ഒളിച്ചോടാൻ തക്കതായിട്ടുള്ള ഒരു കാരണമുണ്ട്. ഷഹല പാവപ്പെട്ട ഒരു സ്ത്രീയാണ്, ഒന്നും അറിയാത്ത ഒരു പാവപ്പെട്ട സ്ത്രീ. അപ്പോ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒളിച്ചോടിയത് എന്നുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ചുതരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷഹലയുടെ കണ്ടന്റ് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഓരോരോ വാർത്തകൾ വരുമ്പോഴത്തേക്കും അത് പിന്നെയും ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം വന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും 2 ഭാഗവും കേൾക്കണം. ഷഹലയുടെ ഭാഗം കൂടെ കേൾക്കണമല്ലോ. അവളിപ്പോ എത്ര വലിയ പുണ്യാളത്തി ആയാലും ഒളിച്ചോടിയത് തെറ്റ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. വീഡിയോ കാണുന്ന മിക്കവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇതിനകത്ത് ഡാനി സത്യനാണ് കൃത്യമായിട്ടും ക്ലിയർ ആയിട്ടും കാര്യങ്ങൾ പറയുന്നത്. ഡാനി സത്യൻ ക്ലിയർ ആയിട്ട് എന്താണ് ഭർത്താവിന്റെ വീട്ടിൽ സംഭവിച്ചതെന്ന് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. എന്താണ് അവിടെ നടന്ന കാര്യങ്ങളെന്നൊക്കെ നമുക്കൊന്ന് ന്യൂസ് ഒന്ന് കേട്ടിട്ട് വരാം. അല്ല, ഷഹല സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഷഹലയുടെ ഫോട്ടോസ്. നിങ്ങൾ ഈ ഫോട്ടോസ് ഒന്നും കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ തപ്പിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അറിഞ്ഞ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഷഹല കറക്റ്റ് വയസ്സ് എന്ന് പറഞ്ഞാൽ 29 വയസ്സാണ്. കറക്റ്റ് 28-29 വയസ്സ്. 18ാമത്തെ വയസ്സിലാണ് പുള്ളിക്കാരി കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തത്. 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. അതും കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിയുമൊക്കെ. കുട്ടിയുടെ പേര് മുഹമ്മദ് അമീൻ എന്നങ്ങാണ്ടാണ്. അമീൻ അതാണ് കുട്ടിയുടെ പേര്. പിന്നെ ഹസ്ബൻഡ് പേര് ജെയ്സൺ, അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ്. അദ്ദേഹത്തിന് 34 വയസ്സുണ്ട്. അവനെ കുറിച്ച് പറയുവാണെങ്കിൽ അവൻ അത്യാവശ്യം ഡ്രഗ്സ് അഡിക്റ്റ് ആണ്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം വലിയ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ടൈപ്പ് സാധനമാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നി ഇവർക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിവില്ല എന്നുള്ള രീതിയിലാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവൻ കല്യാണം കഴിച്ച് 3 കുട്ടികളുണ്ട്. 2 പെൺകുഞ്ഞും ഒരാണുമാണ് ഇവനുള്ളത്. 2 പെൺകുഞ്ഞും ഒരാണ്. അപ്പോൾ ഇവൻ ആ കുഞ്ഞുങ്ങളോടും ആ ഭാര്യയോടും ചെയ്തത് ഏറ്റവും വലിയ ദ്രോഹം തന്നെയാണ് ഇവന. പിന്നെ ഷഹലയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളുണ്ട്. സ്വന്തം സുഖത്തിന് വേണ്ടി ചാടിപ്പോയ ഒരുത്തി എന്നുള്ള രീതിയിലാണ് ഞാൻ എന്റെ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. പക്ഷെ ഇവരെ കുറിച്ച് അവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും നല്ല മാത്രമേ പറയാനുള്ളൂ. നല്ലത് മാത്രമേ ആൾക്കാർ പറയുന്നതുള്ളൂ. നല്ല അഭിപ്രായമാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടി അത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവിടെ കഷ്ടപ്പാട് കൊണ്ടായിട്ടുള്ള രീതിയിലാണെന്നുള്ള രീതിയിലാണ് സംസാരം വരികയൊക്കെ ചെയ്യുന്നത്. ഈ പറയുന്ന ചെറുക്കന്, ഈ ഷഹലയുടെ ഹസ്ബൻഡുണ്ടല്ലോ, നമുക്ക് ആ വീഡിയോ ഇട്ട വ്യക്തി, അദ്ദേഹത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഈ കുടിയോ വലിയോ അങ്ങനെ ആയിട്ടുള്ളതൊന്നും ഇല്ലെന്നാണ് ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നത്. അതും നല്ലൊരു അഭിപ്രായമായിട്ടാണ് പുള്ളിയെ കുറിച്ചും പറയുന്നത്. പിന്നെ ഷഹലയ്ക്ക് ആ വീട്ടിൽ വോയിസ് ഇല്ല. എല്ലാം ഈ പറയുന്ന ചേച്ചിയാണ് ചെയ്യുന്നത്. ചേച്ചിയാണോ അനീതിയാണോ എന്ന് അറിയത്തില്ല. ഇവന്റെ ഈ ഹസ്ബൻഡിന്റെ, എന്റെ പേര് ജെയ്സലിന്റെ സഹോദരിയാണ് എല്ലാ കാര്യങ്ങളും ആ വീട്ടിലേക്ക് ചെയ്യുന്നത്. ഇപ്പം പൈസ അയച്ചു കൊടുക്കുവാണെങ്കിലും ഈ പറയുന്ന സഹോദരിക്കാണ് കൊടുക്കുന്നത്. മാസത്തെ 500-600 രൂപ മാത്രമേ ഈ പറയുന്ന അവരുടെ ചെലവിന് വേണ്ടി മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആരുടെ ഈ പോയ പെണ്ണിന്റെ ഷഹലയ്ക്ക് കൊടുക്കുന്നത്. അപ്പം എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും സഹോദരിക്കാണ് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു വോയിസ് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി. പോകുന്നതിന് 2 ആഴ്ച മുമ്പ് ഒരു വാഷിംഗ് മെഷീൻ എടുക്കുന്ന കാര്യം അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ചേച്ചിയോട് ചോദിച്ചിട്ട് ഞാൻ എടുത്തു തരാം എന്നുള്ള രീതിയിലാണ് ഇവിടെ പുള്ളിക്കാരൻ സംസാരിക്കുകയുണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്ന 8 വർഷം ഒരുമിച്ച്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഒരുമിച്ച് ജീവിക്കുമ്പം എന്തുണ്ടെങ്കിലും ഈ ചേച്ചി എന്നാ പറയുന്നത്, ഈ ചേച്ചിയോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറയുമ്പം അതൊരു വിഷയമായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ പൈസയും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുക്കുന്നത് ചേച്ചിക്കാണ്. ഈ പറയുന്ന കുട്ടി പുള്ളിക്കാരിക്ക് വലിയ റോളും കാര്യങ്ങളൊന്നുമില്ല. ഈ പറയുന്ന ചെക്കന്റെ, ഈ ജെയ്സലിന്റെ അച്ഛനാണെങ്കിൽ 2ാമതൊരു കല്യാണം കഴിച്ചതാണ്. അമ്മയെക്കുറിച്ച് പറയുവാണെങ്കിൽ അത് ഞാനിപ്പോൾ ആ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം അറിഞ്ഞിട്ടാണ് ഈ പെണ്ണ് അവിടെ പോയി നിന്നതും കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തതും നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയൊക്കെ. നല്ല രീതിയിൽ നല്ല പുള്ളിക്കാരിക്ക് അവിടെ ദുരന്തം തന്നെ ആയിരുന്നു എന്നുള്ള രീതിയല്ല. ഈ അമ്മയെ നോക്കണം. അത് മാത്രമല്ല, അച്ഛൻ പോവുകയും ചെയ്ത്, അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചിട്ട് പോവുകയൊക്കെ ചെയ്ത്, അങ്ങനെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മൊത്തമായിട്ട് ഇവിടെ സംസാരിക്കുന്നില്ല. ആ അമ്മയുടെ കാര്യങ്ങൾ ഒട്ടും പറയാൻ എനിക്ക് ഒട്ടും മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അതിപ്പം അവിടെയുള്ള നാട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം.
അതുകൊണ്ട് ഞാൻ കൂടുതലും പറഞ്ഞില്ല. പിന്നെ ഈ മകള് എന്ന് പറഞ്ഞാൽ ജെയ്സന്റെ ചേച്ചിയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുകയൊക്കെ ചെയ്യുന്നത്. പൈസ ഇടപാടാണെങ്കിൽ എല്ലാം ഈ പെണ്ണിന് വലിയ റോളില്ല. പിന്നെ ഇവളെന്തെങ്കിലും പറയുവാണെങ്കിലും ഈ ചേച്ചി ഇച്ചിരി എന്താ പറയണ്ടേ, കുത്തി സംസാരിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നുള്ളത്. കുത്തി സംസാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാനറിയാലോ. പിന്നെയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൈസയ്ക്ക് ഒരു ആവശ്യമോ ഷോർട്ടേജോ വരുമ്പോഴെല്ലാം ചേച്ചി നികത്തും. ഇവക്കാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് പോവാണ്. അപ്പോൾ എന്തെങ്കിലും പൈസയ്ക്ക്, കാരണം ഓക്കെ അല്ലെങ്കിൽ ഇക്ക എന്റെ പേര് ഇനി പൈസ അയക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പൈസയ്ക്ക് ഒരു ഇത് വരുമ്പം ചേച്ചിയോട് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരനെല്ലാം ചേച്ചി കേട്ട് കൊടുക്കുന്നത്. ഒന്നും പോരായ്മ EMI എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിലും പുള്ളിക്കാരി അങ്ങ് അടച്ചോളും. അതുകൊണ്ട് പുള്ളിക്കാരിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറെ വിഷയങ്ങളും പിന്നെ ആ പെണ്ണ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇടയ്ക്ക് വീട് വിട്ട് ആ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയതാണ്. പോയതിന് ശേഷം ഇവൻ വന്ന് വിളിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. പിന്നെ ഈ ചേച്ചിക്കും 2 കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോയ അവനാന്ന് വെച്ചാൽ ഈ ഫോൺ ഇങ്ങനെ മാറി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാ. 10-20 സിമ്മും 3-4-5 ഫോണൊക്കെ ഉണ്ടെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ 13 പവന്റെ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. സത്യത്തിൽ ആ പെണ്ണിന്റെ കയ്യിലെങ്ങാണ്ട് 3.5 പവന്റെ സ്വർണം മാത്രമേ ഉള്ളായിരുന്നെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കേസിന് ഒരു ബലം കിട്ടാൻ വേണ്ടിയാണ് പോലീസ് 10 പവനും കൂടെ എക്സ്ട്രാ ചേർത്തെന്നുള്ളൊരു സംസാരം കൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് അറിയിച്ചത്. പിന്നെ കുട്ടിക്കാണെങ്കിൽ ഒരു കുറവും വരത്തതില്ല. പഠിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാ കാര്യത്തിനും അവനെ ഇരുത്തി പഠിപ്പിക്കാനും മദ്രസയിൽ കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരിയാണ് നോക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ പുള്ളിയുടെ ജീവിതം എന്ന് വെച്ചാൽ ഒരു ബ്രിട്ടീഷ് ജീവിതമായിരുന്നു. ഭയങ്കര എന്താ പറയണ്ട, അനുഭവിക്കുക എന്നുള്ള രീതിയിൽ നിന്നൊക്കെയാണ് അവിടെ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പം വീടാണെങ്കിൽ ഒരു കൊച്ചൊരു വീടാണ്. ആ കൊച്ചൊരു വീടിൽ നിന്നിട്ട് അത്യാവശ്യം ഇപ്പൊ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുക. ഒരു റൂമും ഒരു ബാത്റൂമും സെറ്റ് ചെയ്ത് വീട് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനകത്താണ് ഇവർ താമസിക്കുന്നത്. ഇവന്റെ അമ്മയും ഈ പറയുന്ന ഷഹലയാണെങ്കിലും കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് വീട് പണി നടത്താൻ വേണ്ടിയാണ് സെറ്റാക്കാൻ വേണ്ടിയാണ് പുള്ളി ഗൾഫിൽ പോവുകയൊക്കെ ചെയ്തത്. ഇത് പുള്ളിക്ക് ഒരു റോളും ഇല്ല, ഒന്നുമില്ല. ആകെ പട കഷ്ടപ്പാട് എന്നുള്ള രീതി മാത്രം. എല്ലാവർക്കും ആണെങ്കിലും നല്ല അഭിപ്രായം. ആരെയും മോശമായിട്ട് സംസാരിക്കുകയൊന്നുമില്ല. നേരത്തെയും വീട്ടുകാര് ഈ പറയുന്ന ഷഹലയോട് പറഞ്ഞാണ്, നിനക്ക് അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ നീ വീട്ടിലോട്ട് വരൂ എന്ന് പറഞ്ഞപ്പോഴും ഇക്കെ വിട്ട് കളിക്കത്തില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോയത്. അപ്പൊ ഞാൻ അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഇവൾക്ക് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്, ഇറങ്ങിപ്പോയത് ഒരു തെറ്റാണ്. പക്ഷെ ആളിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പാവന ആ കൊച്ചിത് എങ്ങനെ ചെയ്തു എന്നാണ് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. അവിടത്തുള്ള ആൾക്കാർ പറഞ്ഞുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആരും വിശ്വസിക്കുന്നില്ല ഇങ്ങനൊരു കാര്യം. ഒന്നെങ്കിൽ അവൻ എന്തെങ്കിലും മയക്കി എടുത്തായിരിക്കാം എന്നുള്ള രീതിയിലാണ്. ഫോൺ എങ്ങാണ്ട് ഉണ്ടായിരുന്നു, അത് കംപ്ലൈന്റ് ആയപ്പോൾ കടയിൽ പോയപ്പോൾ ഉള്ള എങ്ങാണ്ട് ഒരു പരിചയം കാര്യങ്ങളും ഉണ്ടാണ്. കാരണം അതുപോലത്തെ കഷ്ടപ്പാടുകൾ അത് അനുഭവിച്ചുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് അത് പോയെന്ന് പറയുന്നത്. പക്ഷെ എത്ര പോയെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇയാളെ കുറിച്ചും മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല. ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ചെറുക്കൻ ഭയങ്കര പാവമാണ്. അവൻ പാവമായി പോയതാണ് ഇവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വന്ന പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലൈഫിലല്ല, 3rd person അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ അധികാരങ്ങളും കാര്യങ്ങളും മൊത്തം ചെയ്യുന്ന 3ാം ഒരാളാണെന്ന് നോക്കുമ്പം ചില പെണ്ണുങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഈ പറയുന്ന വ്യക്തിയെ കുറിച്ചും നല്ലത് പറയുന്നുണ്ട്, ഷഹലയെ കുറിച്ചും നല്ലത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കഥയാണ് ഞാൻ കേട്ടത്. അത് 2-3 ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുമ്പോൾ ഇത് ഇത്രയും ആൾക്കാരും നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ആൾക്കാർക്ക് ഇറങ്ങിപ്പോയതിനോട് ഒട്ടും യോജിപ്പില്ല. അതും ലോകം ഒരു ഫ്രോഡിന്റെ കൂടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ഞാനിപ്പോ നിങ്ങൾക്ക് പാസ് ചെയ്ത് തന്നത്. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. കുറെ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നുമില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ ആ പെണ്ണിന് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല, ഒരു ഗൂഗിൾ പേയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഭർത്താവാണെങ്കിൽ അയക്കുന്ന പൈസ മൊത്തം അത്. അപ്പൊ നമുക്ക് ബാങ്കിന്റെ ഡീറ്റെയിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ അവള് ബാങ്കിൽ ഈ അടുത്ത സമയത്ത് ഇനി ഗൂഗിൾ പേ വല്ലതും തുടങ്ങിയൊന്നും അറിയത്തില്ല. ഈ പറയുന്ന കാമുകൻ തുടങ്ങിപ്പിച്ചു എന്നൊന്നും നമുക്ക് അറിയത്തൊന്നുമില്ല. നമുക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നിങ്ങളോടെല്ലാം തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷഹല ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെങ്കിൽ അത് തുറന്നു പറഞ്ഞിട്ട് അതിനുള്ള നിയമ നടപടി എടുക്കണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. അല്ലാതെ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി പോകുന്നതല്ല ചെയ്യുന്നത്. അത് ഏറ്റവും വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തത്, ഈ പറഞ്ഞ ഷഹല ചെയ്തത്. അത് ഒരിക്കലും ആണിനെ കുറിച്ച് ആൾക്കാർ ഒരു മോശവും പറയുന്നില്ല, ഇവളെ കുറിച്ച് ഒരു മോശവും പറയുന്നില്ല. ആ വ്യക്തിനെ പോലൊരു വ്യക്തി എന്നെ ഇട്ടിട്ട് പോവാന്ന് പറയുമ്പോൾ എനിക്ക് ഒരു വിഷമമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് അപ്പൊ ഞാൻ ഈ കഥകളൊക്കെ കേട്ടപ്പോ ഞാൻ ചോദിച്ചു, ഇത്രയൊക്കെ ഇഷ്ടമാണെങ്കിലും പിന്നെ എന്തുകൊണ്ട് പോയി? അതാണ് അവർക്കും ഒരു പിടി കിട്ടാത്തത്. നേരത്തെയും ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ വന്നപ്പോഴും അവള് പോകുന്നില്ല, എനിക്ക് എന്റെ ഇക്കയുടെ കൂടെ നിന്നാ മതി എന്നും പറഞ്ഞു, വീട്ടുകാരുൾപ്പെടെ പോകാൻ പറഞ്ഞിട്ടും എനിക്ക് ഇക്കയുടെ കൂടെ നിന്നാ മതി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ ഡാനി സത്യം ചേട്ടൻ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടാണ് ഈ ഒരു ന്യൂസ് നമുക്ക് തന്നത്. ശരിക്കും ഒന്നും അറിയാത്തൊരു പാവപ്പെട്ട പെണ്ണാണ്, അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരം.
പക്ഷെ എന്ത് തന്നെ ഉണ്ടെങ്കിലും നിയമപരമായിട്ട് പോകാമല്ലോ. ശരിക്കും പറഞ്ഞ മഹല്ല് കമ്മിറ്റിയിൽ പറയാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പറയാം. കുടുംബക്കാർ ഒന്നും ഇല്ലെങ്കിലും വാപ്പയും ഉമ്മയും ഇല്ലേ, കുടുംബക്കാരോട് പറഞ്ഞിട്ട് നിയമപരമായിട്ട് പോകാമല്ലോ. അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് മാന്യമായിട്ട് വേറെ കല്യാണം കഴിക്കാമല്ലോ. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാല്ലേ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.